ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബിസ്ക്കറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള സാധാരണ ചേരുവകൾ വെച്ചുകൊണ്ട് തന്നെ നല്ല ഈസി ആയിട്ട് നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള പുഡിങ് നമുക്ക് തയ്യാറാക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഏറെ ഇഷ്ടപ്പെടുന്ന പുഡിങ് നമുക്ക് വളരെ ഈസി ആയിട്ട് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കി കൊടുക്കാം. ഇത് ബിസ്ക്കറ്റ് ആണെന്ന് പറയേയില്ല, അത്ര ടേസ്റ്റി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പം നമുക്ക് ഈ പുഡിങ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റ് ഒരു 15 എടുത്തിട്ടുണ്ട്. നമുക്ക് ക്രീം ഇല്ലാത്ത ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാം. ഈ ബിസ്ക്കറ്റ് എല്ലാം ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ പറയുന്ന അളവിൽ കറക്റ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ ഒട്ടും ഫ്ലോപ്പ് ആവാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഈ പുഡിങ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ 15 ബിസ്ക്കറ്റും ഞാനിവിടെ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊരു കുഴിയുള്ള ബൗളിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 1.5 ഗ്ലാസ് പാല്, പശുവിൻ പാല് ചേർത്ത് കൊടുക്കാം. അതൊന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ട് അതിപ്പോൾ തന്നെ ചേർത്ത് കൊടുത്തത്. പാല് 1.5 ഗ്ലാസ്സാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ അതൊന്ന് നന്നായിട്ടൊന്ന് പാലിലേക്കൊന്ന് മുക്കി ഇതുപോലെ ഒന്ന് താഴ്ത്തി വെച്ച് കൊടുക്കാം. ഇനി അതവിടെ അടച്ചൊന്ന് മാറ്റി വയ്ക്കാം. ഈ സമയത്ത് നമുക്കൊരു പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി, ആ പഞ്ചസാര ഒന്ന് നനഞ്ഞ് വരാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ അത് ഏകദേശം ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്കും നല്ലതുപോലെ ഒന്ന് കാരമലൈസ് ആയിട്ട് വരും. നല്ല ബ്രൗൺ കളറിൽ കിട്ടും. കരിഞ്ഞു പോവാതെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ബ്രൗൺ കളറാക്കി എടുക്കണം. കണ്ടോ, ഒരു 5-6 മിനിറ്റ് ആയപ്പോഴാണ് ഇതുപോലെ ഒന്ന് കളറായി തുടങ്ങിയത്. നമ്മൾ അടുത്ത് തന്നെ നിന്ന് 10 മിനിറ്റ് ക്ഷമയോടെ കൂടി നിന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കണം. ഇപ്പം ബ്രൗൺ കളറായി തുടങ്ങിയാൽ ഇനി പെട്ടെന്ന് തന്നെ ഇതങ്ങ് നല്ല കളറായിട്ട് വന്നോളും. ചെറുതായിട്ടൊരു പുക വരാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ അത് റെഡിയായി എന്ന് മനസ്സിലാക്കാം. അപ്പോഴത്തേക്കും ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി ആ ചൂടിൽ തന്നെ നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഇത്രയും മതി. ഈ സമയത്ത് തന്നെ നമ്മൾ ഈ പുഡിങ് ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ ഒരു ട്രേ കുറച്ച് എണ്ണമയം തേച്ചൊന്ന് വെച്ചിരിക്കണം. അതിലേക്ക് പെട്ടെന്ന് തന്നെ ഈ പഞ്ചസാര ബ്രൗൺ ആക്കിയതങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു കേക്ക് ടിന്നിലാണ് ഇത് ചെയ്തെടുക്കാൻ പോകുന്നത്. അതിലേക്ക് ഈ പഞ്ചസാര കാരമലൈസ് ചെയ്തതങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് തന്നെ നമ്മൾ ബിസ്ക്കറ്റും പാലും എല്ലാം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 2 കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു ചെറിയ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. ഇനി ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒട്ടും കരിയില്ലാതെ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുത്തിട്ട് നമ്മൾ ശരിയാക്കി വെച്ചിരുന്ന ആ ട്രേയിലേക്ക് ഇതങ്ങ് അരിച്ചൊഴിച്ച് കൊടുക്കാം. ഒട്ടും തരിയൊന്നും പെട്ടുപോകാതിരിക്കാനാണ് നമ്മളിങ്ങനെയൊന്ന് അരിച്ചൊഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇത് നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുക ചെയ്യുന്നത്. കാരണം ഇതുപോലെ ഒരു സ്റ്റീമറിൽ വെള്ളം തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ട്രേ ഇതിലേക്ക് എടുത്ത് വെച്ച് നന്നായിട്ടൊന്ന് ആവി കയറ്റി എടുക്കാം. 35 അല്ലെങ്കിൽ ഒരു 40 മിനിറ്റ് ഏകദേശം വേണ്ടി വരും ഇത് നന്നായിട്ട് വെന്ത് വരാനായിട്ട്. ഒരു 30 മിനിറ്റൊക്കെ ആകുമ്പോൾ ഒന്ന് തുറന്ന് നോക്കിയാൽ മതി. പിന്നെ ഇതുപോലെ ഒരു അടപ്പ് വെച്ച് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കണം.
അത് ആവിയുള്ള അല്ലെങ്കിൽ നമ്മളെ പുഡിങ്ങിൽ വീണ് പോകും. അങ്ങനെ വീഴാതിരിക്കാനാണ് അതുപോലെ ഇതുപോലെ ഒന്ന് അടപ്പ് വെച്ചൊന്ന് അടച്ച് വയ്ക്കുന്നത്. എന്നിട്ട് വേണം നമ്മൾ സ്റ്റീമറിൻ്റെ അടപ്പ് അടയ്ക്കാൻ. കണ്ടോ, ഇതുപോലെ. അല്ലെങ്കിൽ ആവി വെള്ളം വീണ് പുഡിങ് നാശമായി പോകും. ഇനി ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു 35 മിനിറ്റ് മാക്സിമം എന്തായാലും എടുക്കും. ഇപ്പോൾ 40 മിനിറ്റ് എന്ന് മനസ്സിൽ വെച്ചു, അത്രയും നേരം വേണ്ടി വരും. അതിനുശേഷം തുറന്ന് നോക്കാം. നല്ല ചൂടാണ്, നമ്മൾ സൂക്ഷിച്ച് വേണം തുറന്നൊക്കെ നോക്കാം. ഞാനിവിടെ ഒരു പപ്പടം കുത്തി വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കുന്നുണ്ട്. അപ്പോൾ അതിലൊട്ടും ഒട്ടി വന്നില്ല എന്നുണ്ടെങ്കിൽ പുഡിങ് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് റൂം ടെമ്പറേച്ചറിലായതിന് ശേഷം വേണം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് എടുക്കാൻ. എന്നിട്ട് ചൂടെല്ലാം നന്നായിട്ട് മാറി വരാനായിട്ട് നമുക്ക് ഇതിൽ നിന്നൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ അതിൻ്റെ ചൂടെല്ലാം നന്നായിട്ട് പോയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ച് നമുക്ക് പാത്രത്തിലേക്കൊന്ന് കമഴ്ത്തിയിട്ട് കൊടുക്കാം. നല്ല അടിപൊളി നമ്മളെ ബിസ്ക്കറ്റ് പുഡിങ് ഇവിടെ റെഡിയായി. ഈ അളവിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഉണ്ടോ, നല്ല അടിപൊളി, കാണാൻ തന്നെ എന്ത് ഭംഗിയാണ് അല്ലേ. അപ്പോൾ ഇത് എളുപ്പമല്ലേ ഉണ്ടാക്കാനായിട്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ ആരും മറക്കല്ലേ. മുറിച്ചെടുക്കുമ്പോഴും പൊട്ടിപ്പോവുക ഒന്നും ചെയ്യത്തില്ല. നല്ല ഷേപ്പിൽ തന്നെ നമുക്ക് മുറിച്ചെടുക്കാനായിട്ട് പറ്റും. ഇത് ബിസ്ക്കറ്റ് കൊണ്ട് ഉണ്ടാക്കിയതാണെന്നോ ഒന്നും ആരും പറയില്ല. ഇത് മുട്ട ചേർത്തിട്ടുണ്ടെന്ന് പോലും അറിയാനായിട്ട് പറ്റത്തില്ല. അത്ര പെർഫെക്റ്റായിട്ടാണ് ഇത് കിട്ടുന്നത്. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാവുന്ന കാര്യം ആരും മറക്കല്ലേ. ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണേ. ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു.